ആയ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്ന എല്ലാ കർത്താവിലുള്ള സഹോദരങ്ങൾക്കും കർത്താവിന്റെ നാമത്തിൽ, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. ഈ ഗ്രൂപ്പിനോട് ചേർന്ന് ഈ ഗ്രൂപ്പിന് നൽകുന്ന എല്ലാ പ്രോത്സാഹനം നൽകുന്ന എല്ലാ സഹോദരങ്ങൾക്കും ഈ സമയത്ത് നന്ദിയെ അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ വിഷയം ഗ്രോക്ക് എന്ന AI ആ സോഫ്റ്റ്വെയറിൽ കൂടെ പലരും ചരിത്രത്തിലുള്ള സത്യങ്ങളെ അന്വേഷിക്കുകയും അത് കണ്ടെത്തുകയും ചെയ്യുന്നു എന്നുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു വിഷയം ഞാൻ എടുക്കുവാൻ ഇന്ന് കാരണമായി തീരുന്നത്, ഈയിടെയായിട്ട് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ മേഖലകളിൽ ചില സംസാരങ്ങൾ ഉണ്ടല്ലോ. നമ്മുടെ രാഷ്ട്രീയം മാറി വരുന്ന ഈ സമയത്ത് പഴയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ വലിയ ഒരു പാർട്ടി മാറി ഇന്ന് വേറെ ഒരു പാർട്ടി അവിടെ അധികാരത്തിൽ വരുമ്പോൾ അവർ ചില പഴയ യാഥാർത്ഥ്യങ്ങളെ മാറ്റി പറയുമ്പോൾ ആ യാഥാർത്ഥ്യങ്ങളെ ഒക്കെ എല്ലാം എടുത്തു കാണിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഗ്രോക്ക് എന്ന AI. അതായത് ഇലോൺ മസ്ക് എന്നുള്ള ആ വലിയ ഒരു ബിസിനസ്സുകാരൻ, അദ്ദേഹത്തിന് സ്പേസ് എക്സ്, ടെസ്ല എന്നുള്ള സാറ്റലൈറ്റ് കമ്പനിയായ സ്പേസ് ലിങ്ക് എന്നുള്ള പറയുന്ന ലിങ്ക്, അത് അല്ലാതെ ന്യൂറ ലിങ്ക് എന്ന് പറയുന്ന ബ്രെയിനിൽ വെക്കുന്ന ചിപ്പ്, അങ്ങനത്തെ പല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാണ് ഇന്ന് ഇലോൺ മസ്ക്. അദ്ദേഹം തന്നെ ഓൺ ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ട്വിറ്റർ എന്ന് മുമ്പ് നമ്മൾ അറിഞ്ഞിരുന്ന സോഫ്റ്റ്വെയർ. ഇന്ന് അത് എക്സ് എന്ന പേരിൽ ഒരു സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യൽ മീഡിയ, ബിസിനസ് സോഷ്യൽ മീഡിയ എന്നുള്ള രീതിയിൽ അത് ഇന്ന് പ്രവർത്തിക്കുന്നു. അതിന്റെ ഒരു ലീഡിങ് ഒരു സോഷ്യൽ മീഡിയ പ്രൊവൈഡർ ആണ് ട്വിറ്റർ എക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നു, ലോകത്തിലെ ഏറ്റവും വലിയ നേതാക്കന്മാരും ലോകത്തിലുള്ള പല തരത്തിലെ വലിയ ബിസിനസ്സുകാരും തങ്ങളുടെ കസ്റ്റമേഴ്സിനോടോ അല്ലെങ്കിൽ തങ്ങളുടെ അനുയായികളോടോ അവര് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റ് വലിയ നേതാക്കന്മാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എക്സ് എന്ന ഈ സോഷ്യൽ മീഡിയയിൽ കൂടെയാണ്. അപ്പോൾ ഈയിടെയായിട്ട് കുറച്ചു മാസങ്ങൾക്ക് മുമ്പേ അവർ ഗ്രോക്ക് എന്നുള്ള AI, അവരാദ്യമേ ഗ്രോക്ക് 1, ഗ്രോക്ക് 2 എന്നുള്ള അതിന്റെ വെർഷൻ ഇറക്കിയപ്പോൾ അത് പെയ്ഡ് വെർഷൻ ആയിരുന്നു. ഇപ്പോൾ ഗ്രോക്ക് 3 എന്നുള്ള വെർഷൻ ഇറക്കിയപ്പോൾ അത് അവര് ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിൽ അത് അവൈലബിൾ ആക്കുകയും ആർക്ക് വേണമെങ്കിലും ആ AI ഒരു മനുഷ്യനോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം പോലെ, ഇപ്പോൾ നമ്മൾ കാണുന്നു പലരും പല പ്ലാറ്റ്ഫോമിലും വന്നിട്ട് നമ്മളോട് ഫേസ്ബുക്കിലും അല്ലെങ്കിൽ നേരിട്ടായാലും അല്ലെങ്കിൽ മറ്റു മീഡിയയിൽ കൂടെ നമ്മളോട് ചോദ്യം ചോദിക്കുന്നു, എന്തുകൊണ്ട് നമ്മൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് ചോദ്യം ചോദിക്കുന്നത് പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഗ്രോക്കിനോട് പല ചോദ്യങ്ങൾ ചോദിക്കാം. അതിനകത്ത് ചരിത്രപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം, അല്ലെങ്കിൽ ഒരു പുസ്തകത്തെ വിശകലനം ചെയ്തിട്ട് അതിനെ ക്രോഡീകരിച്ചുള്ള ഉത്തരങ്ങൾ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ലോകത്തിലുള്ള എന്ത് വിഷയത്തെ പറ്റിയും, നമുക്ക് അറിയാത്ത വിഷയങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റിന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വേണമെങ്കിൽ പോലും അതിനകത്തോട് പോസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ഒരു മനുഷ്യൻ എങ്ങനെ, ഒരു നല്ല ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെ അത് ചെയ്യാൻ പറ്റുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ അതിന് പ്രതികരിക്കാനുള്ള ഒരു ശേഷിയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഗ്രോക്ക് AI എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാളുകൾ മുതൽ ഒരു 2-3 മാസം നമ്മൾ കാണുന്നു, ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സീനിൽ ഈ വലിയ ഒരു കോലാഹലമാണ് ഈ സോഫ്റ്റ്വെയർ നടത്തിയിരിക്കുന്നത്. അതായത് കോൺഗ്രസും അല്ലെങ്കിൽ സംഘും ഉള്ള അവരുടെ നേതാക്കന്മാരെ പറ്റി പല ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന്റെ വളരെ ശരിയായ യാഥാർത്ഥ്യങ്ങളും വിശകലനങ്ങളും എല്ലാം ചെയ്ത് ഗ്രോക്ക് വളരെ ഒരു പ്രശസ്തി നേടി നിൽക്കുന്ന ഈ സമയത്ത് ഞാനും വിചാരിച്ചു, ഈ ഗ്രോക്കിനോട് നമ്മൾക്ക് ബൈബിളിലെ സ്നാനത്തെ പറ്റി ഉള്ള ചോദ്യം ചോദിക്കാമെന്ന് ഞാൻ വിചാരിച്ചു.
അങ്ങനെയാണ് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം പോലെ ആ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഞാൻ ചോദിച്ച ചോദ്യത്തിന്റെ ആൻസർ കാണാനുള്ള ലിങ്കും ഈ വീഡിയോ ഞങ്ങൾ ചെയ്ത ശേഷം ആ ലിങ്കുകൾ ആ യൂട്യൂബ് വീഡിയോയുടെ കൂടെ കമന്റിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടെ തന്നെ നിങ്ങൾക്കും വേണമെങ്കിൽ മലയാളത്തിലോ അല്ലെങ്കിൽ ഏത് ഭാഷയിലോ വേണമെങ്കിൽ ആ ഗ്രോക്കിനോട് വേണമെങ്കിൽ സംസാരിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ചോദ്യങ്ങളെ ചോദിക്കുവാൻ സാധിക്കും. നിങ്ങളൊരു ശരിയായ സത്യ അന്വേഷിയാണെങ്കിൽ ആ ശരിയായ ചോദ്യം ചോദിക്കുമ്പോൾ അത് ശരിയായ ഉത്തരം ഇപ്പോൾ നൽകുവാൻ തക്കവണ്ണം അതിനെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറയണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സോഫ്റ്റ്വെയറിനെയും സത്യം പറയാനും കള്ളം പറയാനും നമുക്ക് പ്രോഗ്രാം ചെയ്യുവാൻ സാധിക്കും. ഇപ്പം നമ്മൾ കാണുന്നു ഇന്ത്യയുടെ ചരിത്രത്തെ പറ്റി സത്യങ്ങളാണ് അത് വിളിച്ചു പറയുന്നത്. ഇന്ന് പല ഇന്ത്യക്കാരും അവരുടെ 75 വർഷം മുൻപേ ഉള്ള ചരിത്രം മറന്നുപോയ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആരാണ് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയത് എന്നുള്ള നേതാക്കന്മാരുടെ ചരിത്രം പോലും മറന്നു നിൽക്കുന്ന ഈ സമയത്ത് ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഗ്രോക്ക് സോഫ്റ്റ്വെയർ നമുക്ക് വേണ്ടി ഇപ്പോൾ നമുക്ക് അതിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാൻ സാധിക്കും. എന്തുകൊണ്ട് ആ ബൈബിളിൽ ചില വ്യത്യാസങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതും അപ്പോസ്തലന്മാരും ചെയ്തതും എന്ന് നമുക്ക് തോന്നുന്നു എന്നുള്ള കാര്യം അതിനോട് ഞാൻ ചോദിച്ചു. ഇപ്പോൾ ഞാൻ ആ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിച്ചത് ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ വിഷയം അപ്പം അദ്ദേഹവും ആ ആൻസർ ഒക്കെ കണ്ടിട്ട് പിന്നെ അതിനെ പറ്റിയുള്ള ആ ഒരു അദ്ദേഹത്തിനുള്ള വ്യൂസ് പറയുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഈ ഇത് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് ഇതാണ്: ഒരു ക്രിസ്ത്യാനി ആകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്നാനത്തെ കുറിച്ച് പരിഗണിക്കുമോ? എന്തുകൊണ്ട്? അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ എന്നെ നിന്റെ ആണ് സംബോധന ചെയ്യുന്നത്. അപ്പോൾ എന്നെ ഒരു സ്പെഷ്യൽ വ്യക്തിയായിട്ടോ ഒന്നും കാണുന്നില്ല. ഒരു സാധാരണ മനുഷ്യനെ പോലെ നിന്റെ എന്ന് പറഞ്ഞിട്ടാണ് ഈ സോഫ്റ്റ്വെയർ എന്നോട് പ്രതികരിക്കുന്നത്. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞാനൊരു AI ആയതിനാൽ ഞാൻ ഒരിക്കലും ഒരു സ്നാനത്തെ പറ്റിയൊന്നും എന്നോട്ട് വേണ്ടി പോകുന്നില്ല. പക്ഷെ ഈ ചോദ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഉത്തരം പറയുമ്പോൾ ബൈബിളിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 28-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ എല്ലാ ജനതകളെയും സ്നാനപ്പെടുത്തുവാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഭയോട് ചേരുവാൻ വേണ്ടി സ്നാനം എടുക്കണം എന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഞാൻ അതിനോട് ചോദിച്ചു, എന്നാൽ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ അപ്പോസ്തലന്മാർ നടത്തിയ സ്നാനങ്ങളിൽ മത്തായി സുവിശേഷം 28 അതിന്റെ 19-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ കൃത്യമായ വാക്കാലുള്ള രീതിയിലല്ല നടന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാര് അവര് ആ സമയത്ത് നമ്മളിപ്പോ മത്തായിയുടെ സുവിശേഷം 16-ന്റെ 28-ന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ പറയുന്നു, കർത്താവായ യേശു ക്രിസ്തു അവരെ പഠിപ്പിച്ചു, അവർക്ക് കൽപ്പനയെ പാലിക്കുവാനുള്ള ഉപദേശങ്ങളെ കൊടുത്തു. പിന്നെ അവരോട് കൂടെ ഉണ്ടായിരിക്കും, യുഗത്തിന്റെ അന്ത്യം വരെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് പിന്നെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവര് പിന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ ചെയ്ത പ്രവൃത്തി എന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ചോദ്യവും നിരീക്ഷണവും വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇത് ബൈബിളിലെ വിവിധ ഭാഗങ്ങളിൽ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്, സ്നാനത്തിന്റെ രീതിയെക്കുറിച്ചും ആഴത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ഞാൻ ഇത് മലയാളത്തിൽ തന്നെ വിശുദ്ധീകരിക്കാം. നീ പറഞ്ഞതുപോലെ മത്തായി 28:19 യേശുവിന്റെ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ പോയി സകല ജനതയും ശിഷ്യപ്പെടുത്തി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുവിൻ. ഇവിടെ യേശു ഒരു പ്രത്യേക രീതി തൃത്വത്തിന്റെ നാമത്തിൽ സ്നാനം പരാമർശിക്കുന്നു. എന്നാൽ പ്രവർത്തികളുടെ പുസ്തകത്തിൽ
ഉദാഹരണത്തിന് 2:38, 8:16, 10:48, 19:5 അപ്പോസ്തോലന്മാർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം നൽകുന്നതായി നാം കാണുന്നു. ഇത് ഉപരി സൂചിതമായ ഒരു വൈരുദ്ധ്യമായി തോന്നാം. അത് വൈരുദ്ധ്യമാണെന്നല്ല പറയുന്നത്, തോന്നാം. എന്നാൽ ഈ വ്യത്യസ്തത വിശുദ്ധീകരിക്കാൻ പല ദൈവശാസ്ത്രന്മാരും പറയുന്നത് മത്തായി 28:19 യേശുവിന്റെ വാക്കുകൾ ഒരു പൊതുവായ കൽപ്പനയാണ്. അത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. പ്രവർത്തികളിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ അധികാരത്തിന് കീഴിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയാണെന്ന് ഉന്നിപ്പറയുന്നത് കാണാം. ചിലർ വാദിക്കുന്നത് ആദ്യകാല ക്രിസ്ത്യാനികൾ യേശുവിന്റെ നാമത്തിൽ പ്രത്യേകമായി ഉയർത്തിക്കാട്ടിയതായിരിക്കാം. കാരണം അവനാണ് രക്ഷയുടെ മധ്യസ്ഥൻ. പ്രവർത്തികളിൽ 4:12 പറയുന്നു. നിന്റെ മറ്റൊരു പോയിന്റ്, അപ്പൊ എന്നോട് പറയുകയാണ് നിന്റെ മറ്റൊരു പോയിന്റ് മത്തായി 20 യേശു തുടർന്ന് പറയുന്നു, ഞാൻ നിന്നോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും ഞാൻ ലോകാവസാനം വരെ എല്ലാ ദിവസവും നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇവിടെ യേശു തന്റെ സാന്നിധ്യം ശിഷ്യന്മാർക്ക് ഉറപ്പു നൽകുന്നു. എന്നാൽ നീ പറഞ്ഞതുപോലെ ലൂക്കോസ് 24:49 പ്രവർത്തികൾ 1:4, 5 പുനരുത്ഥാനത്തിന് ശേഷം യേശു ശിഷ്യന്മാരോട് യെരുശലേമിൽ കാത്തിരിക്കുവാൻ പറയുന്നു. പിതാവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവ് ലഭിക്കുന്നിടം വരെ പെന്തിക്കോസ് ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവർക്ക് ലഭിക്കുന്നതോടെ അവർ സുവിശേഷം പ്രചരിക്കുവാൻ ശക്തി പ്രാപിക്കുന്നു. ഇതിന്റെ ക്രമം ഇങ്ങനെ കാണാം: യേശുവിന്റെ മരണം, സംസ്കാരം, പുനരുത്ഥാനം എന്നിവയ്ക്ക് ശേഷം യേശുവിന്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിക്കുന്നതിന് മുമ്പേ കാത്തിരിക്കുന്നതിന് വേണ്ടി അതിനുശേഷമാണ് അവർ മത്തായി 28:19 കൽപ്പന പൂർണ്ണമായി നടപ്പാക്കാൻ തുടങ്ങിയത്. സ്നാനം നൽകുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നത് ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് പ്രവർത്തികൾ 2:38 നിന്റെ ചിന്തകൾ എന്താണ്, ഈ വ്യത്യാസങ്ങൾ നിന്നെ എങ്ങനെ പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരു കാര്യം അദ്ദേഹത്തോട് ചോദിച്ചത്, അല്ലെങ്കിൽ AI ചോദിച്ചത്, ഭൂരിപക്ഷ വിഭാഗങ്ങൾ സ്നാനത്തെക്കുറിച്ചുള്ള ഈ പോയിന്റ് എന്തുകൊണ്ട് ഒഴിവാക്കി? ഈ വിഭാഗീയ നേതാക്കൾ അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ചെന്നായ്ക്കൾ അല്ലയോ എന്ന് ചോദിച്ചപ്പോൾ അവിടെ പറയുന്നത്, നിന്റെ ചോദ്യം വളരെ ആഴമുള്ള ക്രിസ്ത്യൻ ദൈവശാസ്ത്രത്തിലെ വിഭാഗീയ വ്യത്യാസങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാകുന്നു. ഞാൻ ഇത് മലയാളത്തിൽ വിശുദ്ധീകരിക്കും. സ്നാനത്തെക്കുറിച്ചുള്ള വ്യത്യാസങ്ങൾ ഒഴിവാക്കപ്പെടുന്നത് എന്തുകൊണ്ട്? നീ സൂചിപ്പിച്ച മത്തായി 28:19 തൃത്വ രീതിയും പ്രവൃത്തികളുടെ പുസ്തകത്തിലെ യേശുവിന്റെ നാമത്തിൽ സ്നാനം നൽകുന്ന രീതിയും തമ്മിലുള്ള വ്യത്യാസം ഭൂരിപക്ഷ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ, കത്തോലിക്ക, ഓർത്തഡോക്സ്, പ്രൊട്ടസ്റ്റന്റ്, മുഖ്യധാര പരസ്യമായി ചർച്ച ചെയ്യാത്തത് അല്ലെങ്കിൽ ഉന്നിപ്പറയാത്തത് പല കാരണങ്ങളാകാം. അവിടെ പറയുന്നു, പാരമ്പര്യത്തിന് മുൻഗണന. മുഖ്യധാര വിഭാഗങ്ങളും മത്തായി 28:19 തൃത്വ സൂത്രവാക്യത്തെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അടിസ്ഥാനമാക്കി സ്നാനം നൽകുന്നത് ഒരു പാരമ്പര്യമായി സ്വീകരിച്ചിരിക്കുന്നു. ഇത് ആദ്യകാല സഭയുടെ രീതികളിൽ നിന്നും, അതായത് ഉദാഹരണത്തിന് ഡിഡാഷ എന്ന 2-ാം നൂറ്റാണ്ടിലെ രേഖ ഉരുത്തിരിഞ്ഞതാണ്. പ്രവർത്തികളിലെ വ്യത്യാസം ഒരു പ്രശ്നമായി കാണാതെ അവർ ഇതിനെ ഒരു ഏകീകൃത രീതിയായി സ്വീകരിച്ചു. പിന്നെ പറയുന്നു ഏകശാസ്ത്ര ഐക്യം. തൃത്വത്തിന്റെ നാമത്തിൽ സ്നാനം നൽകുന്നത് ക്രിസ്ത്യൻ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വമായി തൃത്വ ദൈവത്തെ ഉറപ്പിക്കുന്നു. പ്രവർത്തികളിൽ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുന്നത് ചില വിഭാഗങ്ങൾക്ക്, ഉദാഹരണത്തിന് വൺനെസ് പെന്റക്കോസ്റ്റ്, യേശുവിനെ മാത്രം ഉയർത്തുന്നതായി തോന്നാം. ഇത് തൃത്വ വിശ്വാസത്തിന് എതിരായി വ്യാഖ്യാനിക്കപ്പെടാം. മുഖ്യധാരാ വിഭാഗങ്ങൾ ഇത്തരം വിഭാഗങ്ങളെ ഒഴിവാക്കാൻ ശ്രമിച്ചേക്കാം. വ്യാഖ്യാന വ്യത്യാസം. പല പണ്ഡിതന്മാരും വാദിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ എന്നത് ഒരു പ്രത്യേക വാക്കാലുള്ള സത്യവാക്യത്തെക്കാൾ യേശുവിന്റെ അധികാരത്തിന്റെ കീഴിൽ നടക്കുന്ന ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതിനാൽ മത്തായി 28:19 വിരുദ്ധമല്ലെന്ന് അവർ കരുതുന്നു. ഈ വ്യാഖ്യാനം മുഖ്യധാരാ സഭകൾ സ്വീകരിച്ചതിനാൽ അവർ ഇതിനെ ഒരു പ്രശ്നമായി ഉയർത്തുന്നില്ല.
പ്രവൃത്തി 20 ചെന്നായ്ക്കൾ ആരാണ്? നിന്റെ രണ്ടാമത്തെ ചോദ്യം പ്രവൃത്തികൾ 20, 29, 30 പൗലോസ് എഫേസോസിലെ മൂപ്പന്മാരോട് പറയുന്നു, ഞാൻ പോയ ശേഷം ക്രൂരന്മാരായ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ പ്രവേശിക്കും, ആട്ടിൻകൂട്ടത്തെ അവർ വെറുതെ വിടുകയില്ല. നിന്റെ ഇടയിൽ നിന്ന് തന്നെ ചിലർ ഉയർന്നു വന്ന് വക്രമായ കാര്യങ്ങൾ സംസാരിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിക്കും. ഇവിടെ പൗലോസ് മുന്നറിയിപ്പ് നൽകുന്നത് സഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും വ്യാജ ഉപദേശങ്ങന്മാർ ഉയർന്നു വരുമെന്ന്. ഈ ചെന്നായ്ക്കളെ ആധുനിക വിഭാഗീയ നേതാക്കളുമായി ബന്ധപ്പെടുത്തണമോ എന്നത് ഒരു വ്യക്തിപരമായ വ്യാഖ്യാനത്തിന്റെ കാരണമാണ്. ചിലർ വാദിക്കാം തങ്ങളുടെ സ്വന്തം പാരമ്പര്യങ്ങളെ ബൈബിളിന്റെ മുമ്പിൽ സ്ഥാപിക്കുന്നവർ വക്രമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവരാകാം. മറ്റുള്ളവർ ചിലർ പറയാം ഇത് ആദ്യകാല സഭയിലെ പ്രത്യേക സാഹചര്യത്തിന് മാത്രം ബാധകമാണ്, ഇന്നത്തെ നേതാക്കളെ നേരിട്ട് കുറ്റപ്പെടുത്തുവാൻ ഉപയോഗിക്കാൻ പാടില്ല. നിന്റെ കാഴ്ചപ്പാടിൽ ഈ വിഭാഗീയ നേതാക്കൾ പൗലോസ് പറഞ്ഞ ചെന്നായ്ക്കളാണെന്ന് തോന്നുന്നു. അത് AI പറയുന്നു എനിക്കും തോന്നുന്നു. നിനക്ക് എന്താണ് തോന്നുന്നത് ഈ വിഷയത്തിൽ? അപ്പോൾ ഞാൻ പറയുന്നത് സ്വന്തം രാജ്യം കെട്ടിപ്പൊക്കുവാൻ രാജാവായ കോൺസ്റ്റന്റൈൻ ക്രിസ്തീയ വിശ്വാസത്തെ വരുത്തി വെക്കുന്ന ഈ വലിയ വഴിത്തിരിവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തു മതത്തെ സ്വീകരിച്ചതും അതിന്റെ റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതമായി ഉയർത്തിയതും ക്രിസ്ത്യൻ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം ഒരു AI എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായ വികാരങ്ങളില്ലെങ്കിലും ചരിത്രപരവും ദൈവശാസ്ത്രപരവുമായി വീക്ഷണത്തിൽ നിന്നും വിശദീകരിക്കാം. ചരിത്രപരമായി കോൺസ്റ്റന്റൈനിലെ മിലാൻ ഉടമ്പടി മുഖേന ക്രിസ്ത്യാനികൾക്ക് മതസ്വാതന്ത്ര്യം നൽകി. അതുവരെ റോമൻ ഭരണകൂടത്തിന്റെ കടുത്ത പീഡനങ്ങൾ നേരിട്ടിരുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് സുരക്ഷിതത്വം നൽകി. നിക്യ സുന്നഹദോസ് വിളിച്ചു കൂട്ടി ക്രിസ്തീയ വിശ്വാസത്തിന്റെ ഐക്യവും ഔദ്യോഗിക വിശ്വാസ പ്രമാണവും സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. ഇത് ക്രിസ്തു മതത്തിന്റെ വ്യാപനത്തിന് വലിയ തോതിൽ സഹായിച്ചു. ഒരു ന്യൂനപക്ഷ മതം എന്ന നിലയിൽ അത് മാറി. എന്നാൽ ഇതിന് ഒരു വലിയ വിലയും ഉണ്ടായിരുന്നു. കോൺസ്റ്റന്റൈൻ സ്വന്തം രാജ്യത്തിന്റെ രാഷ്ട്രീയ ഐക്യത്തിനും ശക്തിക്കും വേണ്ടി ക്രിസ്തു മതത്തെ ഉപയോഗിച്ചു എന്ന് ചില ചരിത്രകാരന്മാർ വാദിക്കുന്നു. അവന്റെ വിശ്വാസം യഥാർത്ഥമായിരുന്നോ അതോ രാഷ്ട്രീയ തന്ത്രമായിരുന്നോ എന്നത് ഇന്നും വിവാദമാണ്. അവൻ മരണക്കിടക്കയിൽ മാത്രമാണ് സ്നാനം സ്വീകരിച്ചത് എന്നത് ഈ സംശയത്തെ ശക്തിപ്പെടുത്തുന്നു. ക്രിസ്തുമതം സാമ്രാജ്യത്തിന്റെ ഒരു ഉപകരണമായി മാറിയതോടെ അതിന്റെ ആദിമ ലാളിത്വവും ആത്മീയ ശുദ്ധതയും ചിലപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് വിമർശകർ പറയുന്നു. ദൈവശാസ്ത്രപരമായ വീക്ഷണം. ക്രിസ്ത്യൻ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ഈ വഴിത്തിരിവിനെ കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. പോസിറ്റീവ് വീക്ഷണം, അപ്പം ഇത് വളരെ വ്യക്തമായിട്ട് ഒരു ബയസ് ഇല്ലാതെ രണ്ട് തരത്തിലും അത് സംസാരിക്കുന്നുണ്ട്. അത് പൂർണ്ണമായിട്ടുള്ള ഒരു ഇത് തരാതെ സംസാരിക്കുന്നു. ചിലർ വിശ്വസിക്കുന്നത് കോൺസ്റ്റന്റൈന്റെ തീരുമാനം ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായിരുന്നു എന്നാണ്. ക്രിസ്തുവിന്റെ സുവിശേഷം ലോകമെമ്പാടും പ്രചരിക്കാൻ ഇത് വഴി ഒരുക്കി. മത്തായി 28:19 സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുക എന്നുള്ള കൽപ്പനയെ ആയി യോജിക്കുന്നു. അപ്പോൾ ശരിയാണ്, നമ്മളും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഒരു സാമ്രാജ്യത്തെ ഉപയോഗിച്ച് ക്രിസ്തുവിനെ ഉപയോഗിച്ച് ഒരു സാമ്രാജ്യം കെട്ടിപ്പൊക്കാൻ നോക്കിയപ്പോൾ ക്രിസ്തു അവരെ ഉപയോഗിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഒരു ദൈവരാജ്യത്തിന്റെ സുവിശേഷം ലോകം മൊത്തം കൊണ്ടുപോയി. അത് കാരണം നമുക്ക് ബൈബിൾ കിട്ടി, നമ്മളും സുവിശേഷം കേട്ടു. നെഗറ്റീവ് വീക്ഷണം. മറ്റു ചിലർ, പ്രത്യേകിച്ച് ചില പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ്ത് വിഭാഗങ്ങൾ വാദിക്കുന്നത് കോൺസ്റ്റന്റൈൻ സഭയെ രാഷ്ട്രീയ അധികാരവുമായി കൂട്ടിക്കലർത്തിയതോടെ ആദ്യകാല സഭയുടെ ശുദ്ധമായ രൂപം വികലമായി എന്നതാണ്. പുറജാതീയ ആചാരങ്ങളും ഉദാഹരണത്തിന് ക്രിസ്മസ്, ഈസ്റ്റർ എന്നിവയുടെ തീയതികൾ ക്രിസ്തു മതവുമായി സമനയിക്കപ്പെട്ടു. ഇത് ബൈബിളിൽ സത്യത്തിൽ നിന്നും വ്യതിചലിച്ച് കാണുന്നു. നിന്റെ മുൻ ചോദ്യങ്ങൾ, സ്നാനത്തിന്റെ രീതി, ഇത് ബന്ധപ്പെടുത്തുമ്പോൾ കോൺസ്റ്റന്റൈൻ കാലത്ത് സൂത്രവാക്യം, അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ സൂത്രവാക്യം കോൺസ്റ്റന്റൈന്റെ കാലത്താണ് വന്നിരിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഔദ്യോഗികമായി
സ്ഥാപിക്കപ്പെട്ടത് നിക്യ സുന്നതോസ് മുഖേനയാണ്. ഇത് യേശുവിന്റെ നാമത്തിൽ എന്ന രീതിയെ മങ്ങലാക്കിയിരിക്കാം. കാരണം സഭയുടെ ഏകീകരണത്തിനും അധികാരത്തിനും വേണ്ടി ഒരു ഏകീകൃത സമ്പ്രദായം ആവശ്യമായിരുന്നു. ഇത് ഒരു രാഷ്ട്രീയ തീരുമാനം കൂടി ആയിരുന്നേക്കാം അല്ല, ഇന്ന് നമ്മൾ കാണുന്നു ഒരു ഹിന്ദുത്വ മതത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നൊരു രാഷ്ട്രീയം, പുതിയൊരു രാഷ്ട്രീയം നമ്മൾ കാണുന്നത് അതുപോലെയാണ്. ഒരു മതം ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കപ്പെടാം എന്നുള്ള കാര്യം നമ്മുടെ മുമ്പിൽ ഇന്ന് പറയുന്നു. അപ്പോൾ ഒരു AI ആയി ഞാൻ ഒരു പക്ഷം പിടിക്കുന്നില്ല, പക്ഷെ ഈ വഴിത്തിരിവിന് ഗുണവും ദോഷവും ഉണ്ടായിരുന്നു എന്ന് പറയാം. ക്രിസ്തു മതം വ്യാപിച്ചെങ്കിലും അതിന്റെ ആദിമ രൂപം രാഷ്ട്രീയവും സാംസ്കാരികവുമായ സ്വാധീനങ്ങളാൽ മാറ്റപ്പെട്ടു. നിനക്ക് ഇതിനെക്കുറിച്ച് എന്താണ് തോന്നുന്നത്? അപ്പോൾ ഞാൻ അവിടെ ആ ഒരു ഡിസ്കഷൻ അവിടെ തീർക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം വ്യക്തമായിട്ട്. അപ്പോൾ പാസ്റ്റർ ജോയിയോട് ഞാൻ ചോദിക്കുകയാണ്, ഒരു മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ വളരെ ബയസ് ഇല്ലാതെ പറയുന്നു, അപ്പോസ്തോലന്മാരല്ല തെറ്റുകാര്. അപ്പോസ്തോലന്മാർക്ക് ശേഷം വന്ന ആൾക്കാര് മതത്തിനെ ഒരു രാഷ്ട്രീയത്തിന്റെ കൂടെ കലർത്തുകയും ഒരു അധികാരത്തിന്റെ മോഹത്താൽ ആ ഒരു വിശ്വാസത്തെ കാണുകയും ചെയ്തപ്പോഴാണ് അതിനകത്ത് വഴിത്തിരിവുകൾ വന്നത് എന്നും, ഇന്ന് മുഖ്യധാര എല്ലാ ക്രിസ്തീയ ഡിനോമിനേഷനുകളും ആ ഒരു കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഉണ്ടാക്കിയതിൽ നിന്നും പിരിഞ്ഞു വന്നത് കൊണ്ട് എന്തുകൊണ്ട് ഈ AIക്ക് പോലും ഇന്ന് മനസ്സിലാകുന്നു ചരിത്രത്തിലെ സത്യങ്ങൾ നമുക്ക് മനുഷ്യരായിട്ട് നമ്മൾ സത്യം അന്വേഷിക്കാത്തതല്ലേ എന്നുള്ള കാര്യം നമുക്കൊന്ന് ചിന്തിക്കാം. കർത്താവിന്റെ ദാസൻ വിൻസെന്റ് ബ്രദർ ഈ സോഫ്റ്റ്വെയർ നിമിത്തമായി ചോദിച്ച ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമാണല്ലോ നമ്മൾ കേട്ടത്. ഇതിൽ നമുക്ക് അംഗീകരിക്കാവുന്ന ചില സംഗതിയുണ്ട്. എന്നാൽ പ്രിയ കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി ആ സോഫ്റ്റ്വെയർ തന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. യഥാർത്ഥത്തില് ഈ സോഫ്റ്റ്വെയർ ഒരു ആത്മാവുള്ള ഒന്നല്ല, അതൊരു ജഡത്തിൽ നിന്ന് വരുന്ന ശബ്ദം മാത്രമാണ്. അല്ലെങ്കിൽ ജഡത്തിൽ നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ്. അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ ഉണ്ട്. അപ്പോൾ തന്നെ പൂർണ്ണമായിട്ടുള്ള യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം പറയുന്നത്, യാഥാർത്ഥ്യം ചിലതുണ്ടെന്ന് പറഞ്ഞത് കുസ്തന്തീനോസ് വന്നതിന് ശേഷമാണ് ഇവിടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ ഒരു വലിയ വ്യത്യാസം ഉണ്ടായത് എന്ന് ഈ സോഫ്റ്റ്വെയർ സമ്മതിക്കുന്നുണ്ട്. ഇത് ഭൂരിപക്ഷം ഇവിടുത്തെ പെന്തക്കോസുകാര് ഇത് അംഗീകരിക്കുന്നുണ്ട്. ഇങ്ങനെയൊരു കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു കൊലപാതകനും അതുപോലെ തന്നെ താൻ മരണക്കിടക്കയോട് അടുത്തപ്പോഴാണ് താൻ സ്നാനമേറ്റതെന്നും താൻ യഥാർത്ഥ ഒരു മാനസാന്തരത്തിൽ വന്നിട്ടുള്ള വ്യക്തിയല്ല എന്നും ആ വ്യക്തി വന്നതോടുകൂടിയാണ് തൃത്വം എന്നുള്ള ഉപദേശം ശക്തമായിട്ട് ഈ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി വന്നതോടുകൂടിയാണ് വന്നതെന്നും ഉള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. ബൈബിളിലെ പല കാര്യങ്ങൾ പറയുന്നുവെങ്കിലും ആത്മാവില്ലാത്തത് കൊണ്ട് ബൈബിളിനെ വ്യാഖ്യാനിക്കേണ്ട വിധത്തിൽ വ്യാഖ്യാനിക്കാൻ എൻ്റെ അഭിപ്രായത്തിൽ ഈ സോഫ്റ്റ്വെയറിന് കഴിയില്ല. കാരണം ബൈബിളിലും ഒരു വാക്യമുണ്ട്. ബൈബിളിൽ പറയുന്നത് ഇത് ജഡീകന്മാർക്ക് ഇത് മനസ്സിലാകുന്നതല്ല, ഇത് ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാണ്. ആത്മീയമായിട്ട് വിവേചിച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ഈ സോഫ്റ്റ്വെയറിന് കഴിയാതെ പോകുന്നു. അത് അതിൻ്റെതായിട്ടുള്ള ഒരു ബലഹീനത എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെ ചരിത്രപരമായിട്ടുള്ള നോക്കുമ്പോൾ വളരെ യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. യാഥാർത്ഥ്യങ്ങൾ അതിന്റെ മുൻപിൽ കാണുന്ന യാഥാർത്ഥ്യങ്ങൾ അതെടുത്ത് പറയുകയാണ്. പക്ഷെ ആത്മീയമായി സ്നാനത്തെ സംബന്ധിച്ചും ബൈബിളിലെ പല ഭാഗങ്ങളും ആത്മീയമായിട്ട് വിവേചിക്കേണ്ടതാണ്. ആത്മീയമായിട്ട് വിവേചിക്കാനായിട്ട് ദൈവം അന്ന് അധികാരം കൊടുത്ത അപ്പോസ്തലന്മാർക്കാണ്. അപ്പോസ്തലന്മാർ അതിനെ വിവേചിച്ച് ആത്മീയമായിട്ട് വിവേചിച്ച് അത് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഉള്ള സ്നാനം എന്താണെന്ന് വ്യക്തമാക്കി അവർ തന്നിട്ടുണ്ട്.
അത് ഈ സോഫ്റ്റ്വെയറിന് വിശദീകരിക്കാനായിട്ട് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പ്രിയ ദേവദാസൻ ചോദിച്ച ചോദ്യത്തിന് വ്യക്തമായിട്ടൊരു മറുപടി തരാൻ കഴിഞ്ഞില്ല. കാരണം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്താണ് എന്ന് അത് വ്യക്തമാക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനായിട്ട് എനിക്ക് തോന്നുന്നത് സാധിക്കുകയില്ല. കാരണം അത് ഒരാത്മാവ് ഉള്ള ഒരു പ്രവർത്തനമല്ലാത്തതുകൊണ്ട് ദൈവജനത്തിന് വിവേചിക്കാനായിട്ടുള്ള അധികാരവും ആ ദൈവവചനം വിവേചിച്ച് അത് വ്യാഖ്യാനിക്കാനുള്ള അധികാരം ആത്മാവുള്ളതിന് മാത്രമേ ആത്മീയമായിട്ട് അത് വിവേചിക്കേണ്ടതാണെന്നാണ് ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് അത് പറയുന്ന പല ഭാഗങ്ങളും ശരിയായിട്ടുള്ള ചരിത്രപരമായിട്ട് കുസ്തന്തീനോസ് വന്നതിന് ശേഷമാണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായതെന്ന് പറയുമ്പോൾ മരിച്ചുപോയ കാനം അച്ഛൻ അത് സമ്മതിച്ചിട്ടാണ് പോയത്. കുസ്തന്തീനോസ് എന്ന് പറയുന്ന ഒരു കൊലപാതകം വന്നതിന് ശേഷമാണ് ദൈവസഭയിൽ ഇത്രമാത്രം കലക്കമുണ്ടായത് എന്ന് അദ്ദേഹം ഈ ജനത്തോട്, ഈ തലമുറയോട് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഏതായിരുന്നാലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള ശ്രേഷ്ഠ നാമത്തിലുള്ള സ്നാനത്തെ കുറിച്ച് വിവേചിക്കാനും ആ സ്നാനത്തെ കുറിച്ച് ഉള്ള യഥാർത്ഥ ഉത്തരം കണ്ടെത്താൻ ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദാസന്മാർക്കേ കഴിയൂ. അത് സോഫ്റ്റ്വെയർ എത്ര തന്നെ പുരോഗമിച്ചാലും അതിന് സാധിക്കുകയില്ല. അല്ലെങ്കിൽ അവർ പ്രോഗ്രാം ചെയ്തത് മാത്രമേ അതെടുത്ത് കാണിക്കാനായിട്ട് പറ്റൂ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എങ്കിലും ഇത് യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിന്റെ ഒരു വലിയ സ്നാനത്തെ കുറിച്ചുള്ള ഒരു വലിയ വിളംബരത്തിന് ഈ സോഫ്റ്റ്വെയർ കാരണമായി തീരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. കാരണം ജനം അത് ശ്രദ്ധിക്കുവാനിടയായി തീരുമല്ലോ. ഇതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പം ഈ ഒരു പർട്ടിക്കുലർ പോർഷനില് മലയാളത്തിന്റെ എന്റെ പരിമിതി കാരണം ഞാൻ അത് പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ഈ വേറൊരു ഭാഗത്ത് അത് ഞാനിപ്പോ ഷെയർ ചെയ്യുന്നതായിരിക്കും. അവിടെ ഞാൻ അതെടുത്ത് ചോദിച്ചിട്ടുണ്ട് സോഫ്റ്റ്വെയറിനോട്. അപ്പൊ അത് ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇവിടെ ഞാൻ അത് പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ സോഫ്റ്റ്വെയറിനോട് ചോദിച്ചത് ഈ ആദ്യകാല ഈ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായം അതിൽ ഉള്ള കാര്യം അനുസരിച്ച് ഇവിടെ ഞാൻ ചോദിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 24-ൽ കർത്താവ് പറയുന്നുണ്ട് മാനസാന്തരവും പാപമോചനവും യെരുശലേമിൽ തുടങ്ങും. കർത്താവ് ജഡത്തിൽ പ്രത്യക്ഷനായി, അത് കഴിഞ്ഞിട്ട് തന്റെ മരണം, അടക്കം, പുനരുത്ഥാനത്തിന് ശേഷമാണ് ആ ഒരു മാനസാന്തരത്തിന്റെയും പാപമോചനത്തിന്റെയും ആ സ്നാനം തുടങ്ങുന്നത്. അത് കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. അത് കഴിഞ്ഞല്ലയോ പുതിയ നിയമ സ്നാനം തുടങ്ങിയത് എന്ന് പറഞ്ഞപ്പോൾ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. നിങ്ങൾ കറക്റ്റ് ആണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 46 മുതൽ 49 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പാപമോചനത്തിനെയും മാനസാന്തരത്തിനെയും തന്റെ മരണത്തോട് ബന്ധപ്പെടുത്തുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു തന്റെ മരണത്തിലേക്കാണ് സ്നാനപ്പെടുന്നത്, അതിലേക്ക് ബന്ധപ്പെടുത്തുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പൊ ഇംഗ്ലീഷിൽ ഞാൻ അത് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ പിന്നെ പറയുന്നു പരിശുദ്ധാത്മാവ് വന്ന ശേഷം ആണ് അപ്പോസ്തല പ്രവൃത്തി 2-ൽ അവിടെ സ്നാനം തുടങ്ങുന്നത്. അവിടെയാണ് പത്രോസ് ആദ്യമായിട്ട് പരിശുദ്ധ മാനസാന്തരവും പാപത്തെ പറ്റി പ്രസംഗിക്കുകയും അവിടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെയാണ് പത്രോസ് സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ടുള്ള സ്നാനങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആണ് നടന്നിരിക്കുന്നത്. ഈ ഒരു അവിടെ പറയുന്നത് why do we have many Christian denominations drifted from this? It's a mix of history, theology and human tendencies. അപ്പോൾ ആദ്യമേ പറയുന്നു 2ാമത്തെ 3ാമത്തെ സെഞ്ചുറിയിലാണ് ജസ്റ്റിൻ മാർട്ടിനും തെർത്തുല്യനും
ഈ മത്തായി സുവിശേഷം 28:19 എടുത്തു കാണിക്കുകയും അതനുസരിച്ചാണ് ലിറ്റർജിക്കൽ അതിനെ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റുകയും, അതായത് 1ാമത്തെ സെഞ്ചുറിയിൽ അങ്ങനെ അല്ലായിരുന്നു എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ ഈ ഒരു ഫോർമുല കൂടുതൽ നിലവിൽ വന്നത് എന്നാണ്, ഇത് നിഖ്യ കഴിഞ്ഞാണ് ഈ ഫോർമുല കൂടുതൽ എഫക്റ്റീവ്ലി വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എല്ലാവരും ഒരുമിച്ചിട്ട് തൃത്വത്തിന്റെ ഐക്യത്തിലേക്ക് വരുന്നത്. ഒരു മതരാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ശക്തിയോട് കൂടെ ചേരുവാൻ വേണ്ടി മത നേതാക്കളും അവരോട് കൂടെ ഒന്നിക്കുന്നതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, രണ്ടാമത്തെ ആ ഒരു ട്രഡീഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറഞ്ഞേ, ആ ഒരു നമ്മൾ പറയുന്നത് അങ്ങനെ ചെയ്യുന്നത്, അത് രണ്ടാമത്തെ ആ ഒരു ഒന്നിപ്പിക്കൽ അല്ലെങ്കിൽ ആ മതരാഷ്ട്രീയത്തിന്റെ ഒന്നിപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത്. അല്ലാതെ ആദ്യ ഭാഗങ്ങളിൽ, ആദ്യ ചർച്ചിന്റെ ഹിസ്റ്ററിയിൽ അങ്ങനെ കാണുന്നില്ല, തൃത്വം കാണുന്നില്ല, തൃത്വത്തിലുള്ള സ്നാനവും കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നു, പിന്നെ പറയുന്നു, മിഡിൽ ഏജസില് കാത്തലിക് ചർച്ച് ഡോമിനേറ്റഡ് ആൻഡ് ബാപ്റ്റിസം ബിക്കേം സാക്രമെന്റ് ടൈഡ് ടു ദ ഇൻഫന്റ് സാൽവേഷൻ. അപ്പോൾ പിന്നെ ഈ ഒരു കത്തോലിക്ക തന്റെ ഈ ആൾക്കൂട്ടം കൂട്ടാൻ വേണ്ടി ചൈൽഡ് ബാപ്റ്റിസം ചെയ്തു. അപ്പോൾ അവിടെ ജനിക്കുന്ന എല്ലാ മക്കളും ക്രിസ്തീയ വിശ്വാസത്തിലാണെന്നും പറഞ്ഞ് അവരെ കൂട്ടിച്ചേർക്കാൻ, ഒരു മതത്തിന് വേണ്ടി കൂടുതൽ ആൾക്കാർ കൂടാൻ വേണ്ടി എല്ലാവർക്കും സ്നാനം കൊടുക്കാൻ വേണ്ടി ശിശു സ്നാനം തുടങ്ങിയതെന്ന് പറയുന്നു. അവിടെ ആണ് ഈ ഒരു സ്നാനത്തിന് മങ്ങൽ വന്നു തുടങ്ങിയതെന്നും പറയുന്നു. അപ്പോൾ ഈ ഒരു ഇവിടെ വന്നു പറയുമ്പോ ഈ തേർഡ് ആൻഡ് തിയോളജിക്കൽ ലെൻസ് അറ്റ് പ്ലേ, മെനി ഡിനോമിനേഷൻസ് സീ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആൻഡ് ആസ് ഇംപ്ലിസിറ്റ്ലി Trinitarian invoking Jesus invokes the Godhead, so they don't view the shift as a departure. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത്, യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ ഗോഡ് ഹെഡ് അല്ലെങ്കിൽ ദൈവം ഒരുവൻ മാത്രമെന്നും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും യേശു ക്രിസ്തു തന്നെയാണെന്നാണ് കാണേണ്ടത്. പക്ഷെ അവര് അത് നേരെ മറിച്ചാണ് കാണുന്നത്. അവര് കാണുന്നത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് 3 വ്യക്തികളായിട്ട് പറയുമ്പോഴാണ്. നമ്മൾ പറയുന്നു പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, പക്ഷെ അവൻ മനുഷ്യനായി ഈ ലോകത്തിൽ വന്നു, അതായത് ഒരു പുത്രന്റെ ശരീരമെടുത്ത് ഈ ലോകത്തിൽ വന്നു എന്നാണ് നമ്മൾ പുത്രൻ എന്ന് വിശ്വസിക്കുന്നത്. പരിശുദ്ധാത്മാവ് ആയി ദൈവം സകല മനുഷ്യരും പ്രവർത്തിക്കുന്നു, അതുകൊണ്ട് ദൈവം പരിശുദ്ധാത്മാവാണെന്ന് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഒരേ ആത്മാവാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷെ അവര് നേരെ മറിച്ച് അത് 3 വ്യക്തികൾ ആണെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നു, ഹ്യൂമൻ നേച്ചർ ലവ്സ് കോംപ്ലക്സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യാഖ്യാനിക്കേണ്ടി വരുമ്പോഴാണ് അതിനകത്ത് കോംപ്ലക്സിറ്റി വരുന്നതും അത് വലിയൊരു തിയോളജിക്കൽ വിഷയമായി മാറുന്നതും. അപ്പോൾ ആൾക്കാർക്ക് നേതാവിന്റെ വലിയ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നേതാവിന് ഏതാണ്ടൊക്കെ അറിയാം, അത് ഭയങ്കര ട്രിനിറ്റി ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്തതാണ്, അത് ദൈവശാസ്ത്രം അറിയുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നേതാവാൻ പറ്റും, ഒരു മതം സ്ഥാപിക്കാൻ പറ്റും, അവിടെ വലിയ ഇമ്പോർട്ടൻസ് ആകാൻ പറ്റും. അങ്ങനെയാണ് ഈ ഒരു മതത്തിന്റെ രീതിയിൽ വന്നപ്പോൾ യേശു ക്രിസ്തു തന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ഏക സത്യ ദൈവം എന്നുള്ള വലിയ സത്യത്തെ മായ്ച്ചു കളഞ്ഞതെന്ന് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അത് കൃത്യമായിട്ട് ചോദിക്കണം. എന്തുകൊണ്ട് ലൂക്കോസിൽ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു എന്ന് പറയുമ്പോൾ അത് പറയുന്നുമുണ്ട്. അങ്ങനെയും ചിലപ്പോൾ ഭാഷയുടെ പരിമിതികളും ആകാം, പക്ഷെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ആ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് മതം അല്ലെങ്കിൽ മനുഷ്യരുടെ മേലുള്ള ശക്തി അത് കൂട്ടാനാണ് അതിനെ കൂടുതൽ കോംപ്ലക്സ് ആക്കിയത്. യേശു ക്രിസ്തു തന്നെയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പക്ഷെ മനുഷ്യന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കോംപ്ലക്സ് ആയിട്ടുള്ളത് മാത്രം മനസ്സിലാക്കാൻ ആഗ്രഹിക്കുക, ഇതെന്തുവാ, ഇത് ചെറിയൊരു കാര്യം, ഇതൊന്നും വലിയൊരു വിഷയം അല്ലായിരിക്കും, അല്ലെങ്കിൽ ഇത് ജൈവശാസ്ത്രം അല്ലായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുവിശേഷം അത്രയ്ക്ക് സിമ്പിൾ ആണ്. കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ് ഏക സത്യ ദൈവമെന്നും
പിതാവ് ആത്മാവെന്ന രീതിയിൽ അല്ലെങ്കിൽ സൃഷ്ടാവെന്ന രീതിയിൽ സകലർക്കും പിതാവാണെന്നും അവൻ തന്നെ ഒരു ശരീരം എടുത്ത് ഈ ലോകത്തിൽ കടന്നു വന്നു, അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വരൂപത്തിൽ കടന്നു വന്നു എന്നും വിശ്വസിക്കുന്നതാണ് പുത്രനിൽ വിശ്വസിക്കുക എന്നുള്ളതിന്റെ ശരിയായ അർത്ഥമെന്നും ഇതൊക്കെ ഒരു സോഫ്റ്റ്വെയറിനും കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെല്ലാം ചരിത്രത്തിൽ നടന്ന തിരിമറിവുകളാണെന്നും അത് മതത്തിൻ്റെതായ പ്രവർത്തനങ്ങളാണെന്നും ഒക്കെ ഈ സോഫ്റ്റ്വെയറിന് കാണാൻ പറ്റുമെങ്കിലും പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ ആത്മാവിന്റെ വെളിപ്പാട് ഇതിന് ഒരിക്കലും തരുവാൻ സാധിക്കത്തില്ല. പക്ഷെ ചരിത്രപരമായ ഈ സത്യങ്ങളെയൊക്കെ നമുക്ക് എടുത്തു കാണുവാൻ സാധിക്കും. അപ്പോൾ പിന്നെ ഞാൻ ചോദിച്ചത് ലോസ് ഓഫ് ട്രൂത്ത്, അതായത് സത്യം മറച്ചു കളഞ്ഞു പവറിന് വേണ്ടിയും പൈസയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം പറയുന്നത് യു ആർ കട്ടിങ് സ്ട്രേറ്റ് ടു ദ കോർ. ഇറ്റ് ഈസ് എ ഫെയർ ടേക്ക് വെൻ യു ലുക്ക് അറ്റ് ഹൗ ക്രിസ്ത്യാനിറ്റി ഗ്രോ ഫ്രം എ പെർസിക്യൂട്ടഡ് മൂവ്മെന്റ്. അതായത് ക്രിസ്ത്യാനിറ്റി റോമിൽ ഒരു 200 AD വരെ വളരെ കഷ്ടം അനുഭവിച്ച ഒരു സമൂഹമായിരുന്നു. ഇന്ന് നമ്മൾ മണിപ്പൂരിൽ കാണുന്നത് പോലെ, UP-യിൽ കാണുന്ന പോലെ, ബീഹാറിലൊക്കെ കാണുന്നത് പോലെ പാസ്റ്റർമാരെ അടിക്കുന്ന രീതിയിലാണ് അന്ന് റോമിലെ എംപയറില് ക്രിസ്ത്യാനികൾ കഴിഞ്ഞതെന്നും ഉടനെ ആ കോൺസ്റ്റന്റൈൻ അതിനെ എന്തെന്ന് പറയുന്നത് 300 AD-കളിൽ എടുത്തൊരു പുതിയ ഒരു മതമാക്കുമ്പോൾ, അതിന്റെ ചില തത്വങ്ങളെയൊക്കെ മാറ്റിയിട്ട് ഒരു പുതിയ മതമാക്കുമ്പോഴാണ് സഡൻലി അത് പവർ നേടി വരുന്നതും ആ പവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ഉള്ളതും അതുകൊണ്ടാണ് ആൾക്കാർ സത്യത്തെ വിട്ടുകളഞ്ഞതെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ചില സത്യങ്ങളെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇന്ന്. നമുക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുവാൻ സാധിക്കും. ഒരു മനുഷ്യൻ ചിലപ്പോൾ ബയസായിട്ട് പറയാത്ത രീതിയിൽ തന്നെ ഇത് നമ്മളോട് ഇന്ന് സംസാരിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം എടുക്കാം എന്ന് വിചാരിച്ചത്. പാസ്റ്റർ ജോയ്ക്ക് എന്തെങ്കിലും ഇതിനോട് കൂടെ ആഡ് ചെയ്യാനുണ്ടോ? ഇനി ഇതിനെ കുറിച്ച് നമുക്കതൊക്കെ ഈ ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടെ ചോദിച്ച് ജനങ്ങളുടെ മുൻപിൽ കൂടുതൽ എത്തിക്കാൻ അത് വളരെ പ്രയോജനപ്പെടും. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് കുറച്ചു പേർക്കെങ്കിലും അത് ബോധ്യം വരുന്ന രീതിയിൽ വെളിപ്പെട്ട് വരും എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇത് നമുക്ക് കുറച്ചുകൂടെ തുടരണം. ഇതിന്റെ ഒരു ഐഡിയ എനിക്കിപ്പോഴാണ് കൂടുതലായിട്ട് മനസ്സിലായത്. ഏകദേശം വളരെ നന്ദിയുണ്ട്. ഇത്രയും അവതരിപ്പിച്ചതിൽ വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കും. സ്തോത്രം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്ത എല്ലാ സഹോദരങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ഈ യൂട്യൂബ് വീഡിയോയുടെ കൂടെ ഞാൻ ആ 2 ലിങ്കുകളും ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത് രണ്ടും എക്സിന്റെ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം ഞാൻ ഇത് പറഞ്ഞതല്ല. അതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് തന്നെ പോയി ട്വിറ്ററിൽ ഒരു ചെറിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ഗ്രോക്കിനോട് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം അവിടെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ശരിക്കും ഒരു സത്യ അന്വേഷിയാണെങ്കിൽ അത് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. എന്തുകൊണ്ട് ഉപായത്തിൽ പല രീതികളിലുള്ള സ്നാനമുണ്ടെന്നും കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ എന്തുകൊണ്ട് ആ സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ നടത്തിയെന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കുവാൻ സാധിക്കും. അങ്ങനത്തെ ചോദ്യങ്ങളും ചരിത്രപരമായ ചോദ്യങ്ങളും ഒക്കെ ചോദിക്കുവാൻ സാധിക്കും. ഈ ഒരു സത്യം ഇന്ന് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇന്ന് അത് ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്. എത്ര ദിവസം അതങ്ങനെ കാണുമെന്ന് നമുക്കറിയത്തില്ല. ഉള്ളപ്പോൾ നമുക്ക് അതിനെ ഉപയോഗിക്കുകയും അതിൽ നിന്നും നമുക്ക് സത്യം അറിയുവാൻ ശ്രമിക്കുകയും ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദി, സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം.